നമ്മൾക്കെപ്പോഴും നമ്മുടെ കണക്കുകൂട്ടലുകൾ എപ്പോഴും നമുക്ക് ശരിയാവണമെന്നില്ല. പക്ഷേ ഇപ്പോൾ നമുക്കിവിടെ നമ്മുടെ കയ്യിലുള്ള കുറച്ച് കാർഡ്സുകൾ വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കണക്കുകൂട്ടലുകൾ എങ്ങനെ ശരിയാവുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് കാർഡ്സുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാർഡ്സുകളെല്ലാം നമ്മളിങ്ങനെ വെച്ച് അതിനെ നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ വയ്ക്കുകയാണ്. ഓക്കെ, ഇനി ഈ ഒരു കാർഡ്സിന് നമ്മളിവിടെ ഇതിനെ രണ്ടായിട്ട് ജസ്റ്റ് ഒന്ന് രണ്ടായിട്ട് അതിനെ ഡിവൈഡ് ചെയ്ത് വെച്ചു. ഓക്കെ, നമുക്ക് ഈ വെച്ച ഈ കാർഡ്സിന് തന്നെ നമുക്ക് രണ്ട് പോർഷനായിട്ടുള്ള വെച്ചിട്ടുള്ളതിന് നമുക്ക് വീണ്ടും ഈ ഒരു വെച്ചതിന് വീണ്ടും രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തു. ഓക്കെ, അതുപോലെ ഈ പോർഷനും നമ്മൾ എന്ത് ചെയ്തു, വീണ്ടും രണ്ടായിട്ട് കട്ട് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ 4 പോർഷൻസാണ് നമുക്കിപ്പോൾ ഈ കാർഡ്സിൻ്റെ ഉള്ളത്. ഓക്കെ, ഇതിൽ നമുക്കിവിടെ ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പോർഷൻ നമ്മളെടുത്തു. ഓക്കെ, ഒരു പോർഷൻ എടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഏറ്റവും മുകൾ വശത്തുള്ള 3 കാർഡ്സുകൾ എടുത്ത് ഇതിൻ്റെ തന്നെ പുറകു വശത്തേക്കാണ് നമ്മൾ ആദ്യം വയ്ക്കുന്നത്. നോക്കാം. ഒന്ന്, ഓക്കെ, 3 കാർഡ് എടുത്ത് അതിൻ്റെ തന്നെ പുറകു വശത്തേക്ക് വെച്ചു. എന്നതിന് ശേഷം ഇനി വരുന്ന ഓരോ കാർഡുകളും ഈ ബാക്കിയുള്ള 3 പോർഷൻ്റെ മുകളിലേക്കാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അത് നോക്കാം. ഓക്കെ, ഇതിലേക്ക് വെച്ചു, രണ്ടാമതൊന്നിൽ വെച്ചു. ഓക്കെ, മൂന്നാമതൊരു പോർഷൻസ്ക്കും വെച്ചു. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർഷൻ്റെ വർക്ക് നമ്മളിവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതേ വർക്ക് ഇതിലും ഈ രണ്ടാമതൊരു പോർഷൻസിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നോക്കാം. ഓക്കെ, എടുത്തതിന് ശേഷം നമ്മളിവിടെ മുകളിലുള്ള 3 കാർഡുകളാണ് നമ്മൾ അടിയിലേക്ക് വയ്ക്കുന്നത്. ഓക്കെ, 3 കാർഡുകൾ അടിയിലേക്ക് വെച്ചു. എന്നതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലുള്ള ഓരോ കാർഡുകളും ഇതിൻ്റെ 3 പോർഷൻസിൻ്റെയും മുകളിലേക്കാണ് വയ്ക്കുന്നത്. ഓക്കെ, അത് നമ്മളിവിടെ വെച്ചു. ഇതേ സെയിം കാര്യം നമ്മൾ അടുത്ത ആ ഒരു പോർഷൻ്റെ മൂന്നാമത്തെ ഒരു പോർഷനിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. ആദ്യത്തുള്ള 3 കാർഡ് അതിൻ്റെ അടിവശത്തേക്ക് വെച്ചു. എന്നതിന് ശേഷം 3 കാർഡ് ഇതിൻ്റെ മുകൾ വശത്തേക്കും വെച്ചു. ഇനിയുള്ള നമ്മൾക്ക് നാലാമതൊരു അവസാനത്തുള്ള ആ ഒരു പോർഷനും നമ്മളെടുത്തു. എന്നതിന് ശേഷം നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള അതേ വർക്ക് തന്നെ ചെയ്യുന്നത് ഇതിൻ്റെ മുകൾ വശത്തുള്ള 3 കാർഡ് അടിയിലേക്ക് വെച്ചു. എന്നതിന് ശേഷം വരുന്ന ഓരോ കാർഡും നമ്മൾ ആ 3 പോർഷൻ്റെയും മുകളിലേക്കും നമ്മൾ വെച്ചു, പ്ലേസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു 4 പോർഷൻ്റെയും നമ്മൾ വർക്ക് നമ്മൾ ക്ലിയർ ചെയ്ത് വെച്ചു. ഇനി ഇതിലിപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാൽക്കുലേഷൻ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മളത് നോക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ ഏതെങ്കിലും ഇതിൻ്റെ മുകളിലിരിക്കുന്ന ഒരു കാർഡ് നമ്മളൊന്ന് എടുത്ത് ഒന്ന് ഈ രീതിക്ക് വെച്ച് നോക്കാം. അപ്പോൾ നോക്കാം നമുക്കിവിടെ എന്താണ് വരുന്നത്, നമ്പർ 10 നമുക്കിവിടെ നമ്പർ വരുന്നത്. ഓക്കെ, നമുക്ക് ഈ ഒരു പോർഷനും കൂടി നമുക്ക് എടുത്ത് നോക്കാം. ഓക്കെ, ഈ പോർഷനിൽ നമുക്കിവിടെ നമ്പർ 10 വരുന്നത്. ഓക്കെ, നമുക്കിവിടെ മൂന്നാമതൊരു പോർഷൻ എടുത്ത് നോക്കാം, അതിൻ്റെ മുകളിലുള്ള. ഓക്കെ, നമുക്ക് ഇവിടെയും നമുക്ക് 10 വരുന്നത് നമ്പർ. നാലാമത്തെ നോക്കാം. ഓക്കെ, ഇവിടെയും നമ്മൾക്ക് കാർഡിൽ 10 നമ്പർ വരുന്നിരിക്കുന്നത്. അപ്പോൾ 4 പോർഷൻസിലും നമുക്ക് കിട്ടിയത് 10 ഉത്തരം, അല്ലെങ്കിൽ 10 വന്നിരിക്കുന്നത് കാർഡിൻ്റെ നമ്പർ. ഇതെങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ എങ്ങനെ വന്നു എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു വീഡിയോ. അപ്പോൾ ഇനി നമുക്കതിൻ്റെ ട്യൂട്ടോറിയൽ കാണാം. ഓക്കെ, ഇതിൻ്റെ ട്യൂട്ടോറിയൽ വളരെ സിമ്പിളാണ്. ഇപ്പോൾ നമ്മളുടെ കയ്യിലുള്ള കുറച്ച് ആ കാർഡ്സുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതിൽ നമ്മൾ ഏതാണോ ഡിജിറ്റ് സെയിം ആക്കാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ അതിൻ്റെ തന്നെ 4 സെയിം ആയിട്ടുള്ള കാർഡ്സുകളാണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ മുൻപ് എടുത്തിരിക്കുന്നത് 10 സെയിം ആയത്. അപ്പം നമ്മളിപ്പോഴും സെയിം ആയിട്ടുള്ള 10ൻ്റെ 4 കാർഡ്സുകളാണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. ഓക്കെ, ഈ എടുത്തതിന് ശേഷം ഈ കാർഡ്സുകൾ നമ്മളിതിൻ്റെ പുറകുവശത്തേക്കാണ് ഈ 4 കാർഡുകൾ ആദ്യം വയ്ക്കുന്നത്. ഓക്കെ, എന്നതിന് ശേഷമാണ് നമ്മളിതിവിടെ വയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ള ഈ കാർഡ്സിൻ്റെ ഏറ്റവും മുകൾ വശത്തിരിക്കുന്നത് സെയിം ആയിട്ടുള്ള 4 കാർഡ്സിൻ്റെ നമ്പറാണ് ഉള്ളത്. അപ്പോൾ ഇനി ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്യാൻ പറയുന്നു. ഓക്കെ, ഈ കട്ട് ചെയ്തതിന് ശേഷം ഈ പോർഷനിൽ വീണ്ടും നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്യാൻ പറയുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ
ഈ ഒരു പോർഷനും രണ്ടായിട്ട് കട്ട് ചെയ്തു. ഓക്കെ, ഇനി നമുക്കറിയാം ഈ ഒരു പോർഷൻ്റെ മുകൾ വശത്താണ് നമ്മുടെ സെയിം ആയിട്ടുള്ള 4 കാർഡ്സോട് ഇരിക്കുന്നത്. ഇനി ഇതിനെയും നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്യാൻ പറയുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പോർഷനും രണ്ടായിട്ട് കട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം ഇതിലത്തെ ഈ എൻഡിലിരിക്കുന്ന ഈ പോർഷനിലാണ് ഇതിൻ്റെ മുകൾ വശത്താണ് നമ്മുടെ 4 സെയിം ആയിട്ടുള്ള കാർഡ്സുകളും ഉള്ളത്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ഈ വശത്തു നിന്നാണ് നമ്മളതിൻ്റെ വർക്ക് ആദ്യം തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പോർഷനാണ് ആദ്യം നമ്മൾ എടുക്കാൻ പറയുന്നത്. ഓക്കെ, എടുക്കാൻ പറഞ്ഞതിന് ശേഷം ഇവിടെ നിന്നാണ് നമ്മളിതിൻ്റെ മുകൾ വശത്തുള്ള 3 കാർഡ് ആദ്യം ഇതിൻ്റെ അടിവശത്തേക്ക് മാറ്റി വയ്ക്കാൻ വേണ്ടി പറയുന്നത്. ഓക്കെ, എന്നതിന് ശേഷം ഇനി ഇതിൻ്റെ മുകൾ വശത്തേക്ക് ബാക്കിയുള്ള ഓരോ കാർഡുകളാണ് നമ്മൾ പ്ലേസ് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, ഇതുപോലെ അങ്ങനെ ഇനി നെക്സ്റ്റ് അതിൻ്റെ ഈ പോർഷൻ, അത് കഴിഞ്ഞിട്ടുള്ള ഈ പോർഷൻ, അത് കഴിഞ്ഞിട്ടുള്ള നമ്മളുടെ ഈ ഒരു പോർഷൻ, ഈ രീതിയിൽ അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ആദ്യം കിട്ടിയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടിയിരിക്കും. അപ്പോൾ നമ്മളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതിനൊപ്പം നമ്മുടെ ഈ ഒരു പേജ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഓക്കെ.